അജു രാവിലെ 7 മണിക്ക് ബസ്സിൽ കയറി. സാധാരണയായി ബസ് ശരാശരി 30 km/h വേഗത്തിൽ സഞ്ചരിച്ച് 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താറുണ്ട്. എന്നാൽ മഴ കാരണം ശരാശരി 20 km/h വേഗത്തിലാണ് സഞ്ചരിച്ചത്. അജു 9 മണിക്ക് ബസ്സിൽ നിന്നിറങ്ങി ഒരു കാറിൽ 11 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കാറിൻ്റെ ശരാശരി വേഗത എത്രയായിരുന്നു? അപ്പോൾ രാവിലെ 7 മണിക്ക് പുറപ്പെട്ട് 11 മണിക്ക് എത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4 മണിക്കൂറാണ് സഞ്ചരിക്കുന്നത്. ബസ്സിൻ്റെ വേഗത എന്ന് പറയുന്നത് 30 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ആകെ ദൂരം എന്ന് പറയുന്നത് 30 × 4 120 കിലോമീറ്ററാണ് ആകെ സഞ്ചരിക്കേണ്ട ദൂരം. പക്ഷേ മഴ കാരണം ശരാശരി 20 km വേഗത്തിലാണ് പോകുന്നത്. അതുപോലെ തന്നെ 7 മണിക്ക് പുറപ്പെട്ടിട്ട് 9 മണിക്കാണ് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ. ഇപ്പോൾ 20 km വേഗതയിൽ 2 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ 40 km ആവും. അപ്പോൾ ആകെ സഞ്ചരിക്കേണ്ട ദൂരം 120ഉം സഞ്ചരിച്ചിട്ടുള്ളത് 40 km ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി സഞ്ചരിക്കാൻ ബാക്കിയുള്ളത് 120 - 40 80 km ആണ്. അപ്പോൾ ഇവർ കൃത്യസമയത്ത് തന്നെ എത്തുന്നുണ്ട്. അതായത് 11 മണിക്ക്. വീണ്ടും 2 മണിക്കൂർ സമയമാണ് സഞ്ചരിക്കാൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെ വേഗത എന്ന് പറയുന്നത് 80 / 2 40 km/h ആണ്. 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ മീര 8000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 5000 രൂപ പിൻവലിച്ചു. വീണ്ടും 1 വർഷം കഴിഞ്ഞാൽ മീരയുടെ കണക്കിൽ എത്ര രൂപയുണ്ടാവും? ഓപ്ഷനിൽ 5148, 5048, 6116 ഇവയൊന്നുമല്ല, ഇതാണുള്ളത്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് ഈ 8000 രൂപയുടെ 10% ആയിരിക്കും. അപ്പോൾ ഈ 10% കാണാനുള്ള എളുപ്പവഴി എന്താ? ഈ 8000ത്തിൻ്റെ ഒരു 0 അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ 800 രൂപയാണ് ആദ്യത്തെ വർഷത്തെ പലിശ. പക്ഷേ കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ 8000ത്തിൻ്റെ 10% അല്ല നമ്മൾ വീണ്ടും കാണേണ്ടത്. അതായത് ആദ്യത്തെ വർഷത്തെ തുകയും പലിശയും ചേർന്നിട്ടില്ല 8800 രൂപയുടെ 10% കാണേണ്ടത്. അപ്പോൾ വീണ്ടും ഈ 8800-ന് 10% എന്ന് പറയുമ്പോൾ 0 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 880 രൂപ കിട്ടും. അപ്പോൾ 2 വർഷം കഴിഞ്ഞുള്ള തുക എന്ന് പറയുന്നത് 8800-ൻ്റെ കൂടെ 880 ചേർന്നിട്ടുള്ള 9680 രൂപയാണ്. അപ്പോൾ ഈ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ തുകയിൽ നിന്ന് 5000 രൂപ പിൻവലിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 9680 - 5000 4680 രൂപയാണ് ശേഷിക്കുന്നത്. ഇനി 1 വർഷം കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ 10%-ൻ്റെ പലിശ കാണണം. വീണ്ടും ഒരു 0 ക്യാൻസൽ ആവുന്നു. 468 രൂപയാണ് പലിശ വരിക. അപ്പോൾ നമ്മുടെ ബാലൻസ് ഇരിക്കുന്നത് 4680 രൂപയും പലിശ 468. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ 5148. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ 5 cm, 12 cm ആയാൽ അന്തർവൃത്ത ആരം എത്രയാണ്? ത്രികോണത്തിൻ്റെ അന്തർവൃത്ത ആരം കാണാൻ അതിൻ്റെ വിസ്തീർണത്തെ ചുറ്റളവിൻ്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം എന്താ? ½ BH ആണ്. അതായത് ½ × B എന്ന് പറയുന്നത് 5, അതുപോലെ തന്നെ H എന്ന് പറയുന്നത് 12, ½ × 5 × 12. അപ്പോൾ ഇനി ഈ 2 ക്യാൻസൽ ചെയ്ത് അത് 12-ൽ 6 തവണ പോകും. അപ്പോൾ ശേഷിക്കുന്നത് 5 × 6 30 ഈ ത്രികോണത്തിൻ്റെ വിസ്തീർണം. അതുപോലെ തന്നെ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ ചുറ്റിലുള്ള അളവാണ്. അതായത് 12ഉം 5ഉം അതുപോലെ തന്നെ മട്ടത്രികോണം ആയതുകൊണ്ട് ഇതിൻ്റെ കർണവും ചേർന്നിട്ടുള്ളതാണ് ചുറ്റളവ്. അപ്പോൾ കർണം കാണാനുള്ള സൂത്രവാക്യം എന്താ? √ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. √ 169 എന്ന് പറയുന്നത് 13 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇതിൻ്റെ ചുറ്റളവ് കാണാം. 12 + 5 + 13 30 കിട്ടും. ഇനി നമുക്ക് അന്തർവൃത്ത ആരം കണ്ടുപിടിക്കാൻ എളുപ്പമായി. അതായത് വിസ്തീർണമായ 30 / ചുറ്റളവിൻ്റെ പകുതി, 30ൻ്റെ പകുതി 15. 30/15 എന്ന് പറയുമ്പോൾ 2 ആണ് ആൻസർ.